ഹായ്. അപ്പോൾ എൻ്റെ ഒരു ഡേ തുടങ്ങുന്നത് അടുക്കളയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും രാവിലത്തെ ഒരു മെയിൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാട്ടോ ഞാൻ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ചപ്പാത്തിയും പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൂടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു 5:30 എണീക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ അരി ഇടും. ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഞാനത് ഓഫ് ചെയ്ത് മൂടലോട് കൂടി വാർക്കണ കലത്തിൻ്റെ മുകളിലേക്ക് ആക്കി വെക്കാറാണ് പതിവ്. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ചായയും അങ്ങനെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കണതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഇരിക്കും. ആകെ നമുക്ക് 3 സ്റ്റൗ ആണല്ലോ ഉള്ളൂ. 3 സ്റ്റൗ എന്ന് വെച്ചാൽ 3 ബർണറാണല്ലോ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി അതിനകത്ത് വെക്കാൻ പറ്റില്ലാത്ത കാരണം കൊണ്ട് ഞാനത് ഇതിനകത്തേക്ക് മാറ്റി വെക്കാറാട്ടോ പതിവ്. എപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, അടുക്കളയിൽ എന്താണ് ഇത്രയും പണിയെന്ന്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയൊരു പാട്ടാട്ടോ. നമ്മളൊരു 5:30 ഒരു 5:45 തുടങ്ങുന്ന ഒരു പണിയാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഉറങ്ങണോടെ വരെ നമുക്ക് പണികളുണ്ടാവും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാതെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞേക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞു വീടായതുകൊണ്ട് ഇച്ചിരി വെളിച്ചക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടും വീഡിയോ എടുക്കണത് കൊണ്ടും എനിക്കറിയില്ല, കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ കാണും. അപ്പം ഞാനിതിപ്പം ചപ്പാത്തി ചൂടാക്കാമെന്ന് വെച്ചു. നന്നായിട്ട് വിശക്കണുണ്ട്, കാരണം വെച്ചാൽ രാവിലെ പള്ളിയിലൊക്കെ പോയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യുന്നതാട്ടോ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ വിശക്കാതിരിക്കാം. നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വേഗം ചെയ്യണേ കേട്ടോ ഞാനിത്. ചിലപ്പോൾ നിങ്ങൾ കരുതുമായിരിക്കും, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ, പിന്നെ ഇത്രമാത്രം എന്തിനാ യൂട്യൂബിലൊക്കെ ഇതെടുത്തിട്ട് കാണിക്കണേന്ന് വിചാരിക്കും. അപ്പം ഞാൻ ചിന്തിച്ചത് എന്നാന്ന് വെച്ചാൽ, ശരിക്കും യൂട്യൂബ് ഒരു വരുമാന മാർഗം കൂടിയാണ്. അത് വേണ്ട വിധം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, നമുക്കൊരു ചെറിയൊരു വരുമാനമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു തോട്ടിലൂടെ ആട്ടോ ഞാനിതൊക്കെ ചെയ്യാമെന്ന് വെച്ചത്. ഇതൊരു കണ്ടൻ്റ് ആണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതേപോലെ നമ്മളൊന്ന് ശ്രമിച്ച് നോക്കുക. എന്ന് വെച്ചാൽ എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതാണ്. അപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാശ് മുടക്കി ഒരുപാട് വലിയ കണ്ടൻറ്റിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാനുള്ള സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നമുക്കറിയാവുന്നത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വേഗം ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാട്ടോ. കഴിക്കണമെങ്കിൽ കടക്കി പറക്കി വെച്ചിട്ട് വേണം കഴിക്കാനിരിക്കാൻ. കാരണം അധികം വലിയ വീടൊന്നും അല്ലാത്ത കാരണം നമ്മളിത് കടക്കി പറക്കി സെറ്റാക്കി. പിന്നെ സഹായിക്കാൻ ഒരു കൊച്ചുണ്ട് കേട്ടോ. ഞങ്ങൾ ആ കട്ടിലയിൽ ഇരുന്നാണ് കഴിക്കാറ് സാധാരണ. അപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഞങ്ങളെന്ന് വെച്ചാൽ എൻ്റെ കൂടെ എൻ്റെ കൊച്ച് ഇടയ്ക്കിടയ്ക്ക് വന്നതിന് എന്തെങ്കിലുമൊക്കെ സഹായിക്കാറുണ്ട്. അതായിട്ട് ഞങ്ങളെന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങളിതേ കഴിക്കാനുള്ള മുട്ടയൊക്കെ പൊളിച്ച് വെച്ചു, ചപ്പാത്തിയൊക്കെ കോരി വെച്ച്, ചായയൊക്കെ ഒഴിച്ച് ഞങ്ങൾ ഇനി കഴിക്കാൻ കൊണ്ടുവച്ചു കേട്ടോ. എന്തുണ്ടാക്കി കൊടുത്താലും പരാതികളൊന്നുമില്ല, പുള്ളിക്കാരി കഴിച്ചോളും. അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരുന്നു. അപ്പോൾ എന്നോട് പറയണ്ടായിരുന്നു, നല്ലതാട്ടോ നീ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പം ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കഴുകി വെക്കാൻ കൂടത്തേന്നൊക്കെ ചോദിക്കുക എൻ്റെ കൂടെ. ഇപ്പം ഞാൻ വെള്ളത്തിലുള്ള പരിപാടി ആയതുകൊണ്ട് വേണ്ടാന്ന് പറയും. കാരണം അവിടെ മുഴുവൻ വെള്ളം ചാടിച്ചിരുന്ന കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു പോയി ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിക്കാൻ ഇരുന്ന സമയത്ത് അതിക്ക് മുന്നേ ഇച്ചിരി നേരം മുന്നേ ഞാൻ അരി വീണ്ടും മറ്റേ സ്റ്റൗവിൽ കയറ്റി വെച്ചായിരുന്നു. അപ്പോൾ വേഗം വെന്ത് കിട്ടും കേട്ടോ. കാരണം കുറച്ച് നേരം നമ്മളിങ്ങനെ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് നേരം ഓഫ് ചെയ്ത് മൂടി അടച്ചു വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് വേവുമല്ലോ ചൂടത്തിരുന്ന്. അപ്പം അങ്ങനെ വേഗം അരി വെന്ത് കിട്ടി കേട്ടോ. പിന്നെ ഗ്യാസും നമുക്ക് ലാഭിക്കാമല്ലോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മസ്റ്റായിട്ട് സ്റ്റൗ ക്ലീൻ ചെയ്തിടാറുണ്ട്. അതെപ്പോഴും നീറ്റായിട്ട് കിടക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ എപ്പോഴും അത് നീറ്റാക്കി വെക്കും കേട്ടോ. പിന്നെ ഞാൻ കഴിച്ച പാത്രങ്ങളും ബാക്കി ഉണ്ടാകുന്ന പാത്രങ്ങളൊക്കെ അടക്കി പറക്കി ആകെ ആ സ്പേസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ആ സ്റ്റൗവിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഭാഗത്താണ് ഞാൻ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാറ് കേട്ടോ. അവിടെയെല്ലാം ഞാൻ അടക്കി പറക്കിയൊക്കെ വെക്കുന്ന കേട്ടോ കാണണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ. ഇനി ഇത്രയൊന്നും അല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാത്രം പരിപാടികൾ, അതായത് ഫുഡിൻ്റെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. അപ്പം ഇതൊക്കെ വെറും നിസ്സാരം എന്ന് പറയുന്ന ആൾക്കാരോട് ഇതൊന്നും നിസ്സാരമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.